Hello, please like and subscribe if you like my video. Hello children, today we are going to see an annual evaluation 23-24 environmental science paper. അപ്പം ആക്ടിവിറ്റി 1 നോക്കാം, ചേഞ്ചസ്. ഡിയർ ടീച്ചർ, അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ലെറ്റർ ആൻഡ് എ മൊബൈൽ ഫോൺ. അപ്പോൾ ലെറ്റർ എന്താ പറയുന്നത്? ലെറ്റർ മൊബൈൽ ഫോണിൻ്റെ അടുത്ത് പറയാണ്, ബിഫോർ യു കെയിം പീപ്പിൾ യൂസ് മീ ടു ഷെയർ ദെയർ മെസ്സേജസ് ടു ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ മൊബൈൽ ഫോൺ എന്താ പറയുന്നത്? യു ക്യാൻ കൺവേ മെസ്സേജസ് ഓൺലി ത്രൂ റൈറ്റിംഗ്, ബട്ട് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ അവരെ കോൺവെർസേഷൻ കാണിച്ചിരിക്കുകയാണ്. നമ്മളടുത്ത് നിന്നിട്ട് ചോദിച്ചിരിക്കുന്നത്, ഡിഡ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ലെറ്റർ ആൻഡ് എ മൊബൈൽ ഫോൺ? ഫൈൻഡ് ഔട്ട് the differences between these two in terms of their usage and convenience. അപ്പോൾ അവർ ഈ മൊബൈൽ ഫോണും ലെറ്ററും അവർ തമ്മിലുള്ള യൂസേജും കൺവീനിയൻസും എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത് അത് നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നോക്കൂ, അവർ ആദ്യത്തെ പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ലെറ്ററിൻ്റെ കൺവേ മെസ്സേജസ് ഓൺലി ഇൻ റിട്ടൺ ഫോം, അല്ലേ? നമുക്ക് റിട്ടൺ ഫോമിൽ മാത്രമാണ് ലെറ്ററിൽ കൂടെ മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ലെറ്ററിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഒന്ന് നമുക്ക് എഴുതാം, ഇറ്റ് ടേക്സ് സെവറൽ ഡേയ്സ് ടു റീച്ച് ആൻഡ് ഓൾസോ റിസീവ് എ റിപ്ലൈ, അല്ലേ? ഒരു ലെറ്റർ റീച്ച് ചെയ്യാനും കുറേ സമയമെടുക്കും, റിപ്ലൈ ചെയ്ത് തിരിച്ച് കിട്ടാനും കുറേ ദിവസങ്ങളെടുക്കും. പിന്നെ നമുക്കൊന്ന് ഈ മൊബൈൽ ഫോൺ തന്നെ തിരിച്ചെഴുതാം, അതായത് കനോട്ട് ഷെയർ മെസ്സേജസ് വിത്ത് ഈച്ച് അതർ അറ്റ് ദ സെയിം ടൈം. നമ്മൾക്ക് ഒരു ലെറ്റർ രണ്ട് പേർക്ക് ഒരുമിച്ചിട്ട് മെസ്സേജസ് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കണ്ടോ, ക്യാൻ ഷെയർ മെസ്സേജസ് വിത്ത് ഈച്ച് അതർ അറ്റ് ദ സെയിം ടൈം, അല്ലേ? പിന്നെ ഇറ്റ് ഈസ് വെരി ക്വിക്ക്, നമുക്ക് പറയാം, പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജൊക്കെ കിട്ടും. പിന്നെ ഒന്നും മറ്റേ തന്നെ നമുക്ക് പറയാം, കൺവേ മെസ്സേജസ് നോട്ട് ഓൺലി ഇൻ റിട്ടൺ ഫോം ബട്ട് വി ക്യാൻ ഓൾസോ സെൻഡ് വോയിസ് മെസ്സേജസ്, ദെൻ ദർ ഇസ് വാട്സാപ്പ് കോളിംഗ്, വീഡിയോ കോളിംഗ്, ക്യാമറ എക്സെട്ര, അല്ലേ? മൊബൈൽ ഫോണിൽ. അപ്പോൾ അത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ബി, ഐ ക്യാൻ മേക്ക് ഓൺലി സൗണ്ട്സ്, മാർക്കോണി ഇൻട്രൊഡ്യൂസ് മീ ടു യു, ഹൂ ആം ഐ? ഇപ്പോൾ നമുക്കറിയാം ആൻസർ റേഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം, വിനേഷ്യൻ ആൻഡ് റൂട്ട് സിസ്റ്റം. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ നെയിം ഓഫ് ദ പ്ലാന്റ് തന്നിട്ടുണ്ട്, റൂട്ട് സിസ്റ്റം തന്നിട്ടുണ്ട്, വിനേഷ്യൻ തന്നിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ട് ട്രീ, ഇവിടെ നിങ്ങൾക്കറിയാം, ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, അവിടെ ടാപ്പ് റൂട്ടാണ് ജാക്ക് ഫ്രൂട്ട് ട്രീക്ക്. അപ്പോൾ എന്ത് വിനേഷ്യനായിരിക്കും അവിടെ? റെറ്റിക്കുലേറ്റ് ആയിരിക്കും, അല്ലേ? ഇനി അടുത്തത് ബാംബു. ബാംബുവിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്, അപ്പോൾ അത് പാരലൽ വിനേഷ്യനായിരിക്കും. ലീവ്സ്. കോക്കനട്ട് ട്രീ അതേപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്, അപ്പം പാരലൽ വിനേഷ്യനാണ്. തുളസി നോക്കൂ, അതെന്താണ്? ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, അപ്പോൾ റെറ്റിക്കുലേറ്റ് വിനേഷ്യനാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് തുളസി ഹാവ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് റെറ്റിക്കുലേറ്റ് വിനേഷ്യൻ. ബാംബു ആൻഡ് കോക്കനട്ട് ട്രീ ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് ഹാവ് പാരലൽ വിനേഷ്യൻ. അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അത്രയും എഴുതിയാൽ നിങ്ങൾക്കതിന് മാർക്ക് കിട്ടും. ഇപ്പോൾ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടാപ്പ് റൂട്ട് ആണെങ്കിൽ റെറ്റിക്കുലേറ്റ് വിനേഷ്യൻ ആയിരിക്കുമെന്നും, അതേപോലെ ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? പാരലൽ വിനേഷ്യൻ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെടികളിൽ. അതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി നോക്കൂ, സജസ്റ്റ് സൂട്ടബിൾ ആക്ടിവിറ്റീസ് ടു കൺസേർവ് ദ എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം കൺസേർവ് ചെയ്യാൻ നമ്മളടുത്ത് 3 ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, എഫോറസ്റ്റേഷൻ, പ്ലാന്റിങ് ട്രീസ് എഴുതാം, ലെസ് യൂസ്ഡ് ഓഫ് പ്ലാസ്റ്റിക് എഴുതാം, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് എഴുതാം, ഹാവിങ് കിച്ചൺ ഗാർഡൻ ഓർ മേക്കിംഗ് ഗാർഡൻ. അതത്രയും പോയിൻറ്റ്സ് ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കൺസേർവിങ് ദ എക്കോസിസ്റ്റത്തിന് യൂസ് ഓഫ് ലെസ് പെസ്റ്റിസൈഡ്സ് എഴുതാം, ഇതൊക്കെ എഴുതാം. ഓക്കെ.
Now let us move to activity 3, features of air. Look at the experiment done by a boy in the classroom using balloons. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ചിത്രം കാണാം, സ്റ്റേജ് 1 സ്റ്റേജ് 2 അല്ലേ. സ്റ്റേജ് 1 എന്താ സംഭവിച്ചിരിക്കുന്നത്, അവിടെ ബലൂൺസൊക്കെ ബാലൻസ് ചെയ്തിരിക്കുകയാണ്, ഈക്വൽ വെയിറ്റ് ഉണ്ട്, അതിൽ രണ്ടിലും എയർ ഉണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ എന്ത് സംഭവിച്ച്, ഒരു ബലൂണിനെ പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ, ബലൂൺ ഇസ് പോപ്ഡ്. അപ്പോൾ എന്താ പറ്റിയത്, ഇംബാലൻസായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു എയറുള്ള ബലൂണാണ് ഹെവിയർ, അത് താന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഫ്രം ദ എക്സ്പെരിമെൻറ്റ് വാട്ട് ഫീച്ചർ ഓഫ് എയർ ഇസ് ഒബ്സർവ്ഡ്. അപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ, ഇവിടെ ബാലൻസ് ചെയ്യാതെ താന്ന് നിൽക്കുന്നുണ്ട്, വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എയർ ആസ് വെയിറ്റ്, അതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. യൂസിങ് ദ ഒബ്ജക്ട്സ് ഗിവൺ ബിലോ പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് അനദർ ഫീച്ചർ ഓഫ് എയർ. അപ്പോൾ നമ്മൾ എയറിൻ്റെ പല ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ, എയർ ഓക്യുപ്പൈ സ്പേസ്, എയർ ആസ് വെയിറ്റ്, പിന്നെ വേറെ എന്താണ് നമ്മൾ പഠിച്ചത്, എയർ ഇതുണ്ട്, എന്താ പറയുക, എക്സേർട്സ് പ്രഷർ. അപ്പോൾ അങ്ങനെ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ ഒരു ഫീച്ചർ കാണിക്കാൻ ഇതിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ബലൂൺ, പിൻ, സെലോ ടേപ്പ്, ത്രെഡ്, സ്ട്രോ, സോപ്പ് ബോക്സ്, പ്ലേറ്റ്, വുഡ് പീസ്, ഗ്ലാസ്, സ്റ്റോൺ. അപ്പോൾ നമുക്ക് പല എക്സ്പെരിമെൻറ്റ്സും ചെയ്യാനുള്ളത് തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം, ബലൂൺ, സ്ട്രോ, സെലോ ടേപ്പ്, ത്രെഡ്. ആ മെറ്റീരിയൽസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബലൂൺ റോക്കറ്റ് ചെയ്യാം അല്ലേ. അപ്പം മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് എഴുതുക, ബ്ലോ എയർ ഇൻ ടു എ ബലൂൺ, ഹോൾഡ് ഇറ്റ്സ് മൗത്ത് ടൈറ്റ്ലി, attach a straw along the length of the balloon using the cello tape, pass a thread through the straw and tie both ends of the thread to fixed position, to ചെയറോ ഡോർ ഹാൻഡിലോ കയറ്റി നമുക്ക് ടൈ ചെയ്യാം. റിലീസ് ദ ബലൂൺ. ഒബ്സർവേഷൻ എന്താ, എയർ റഷസ് ഔട്ട് ഓഫ് ദ ബലൂൺ, ബലൂൺ മൂവ്സ് ഫോർവേഡ്. ഇപ്പോൾ ഇൻഫറൻസ് അല്ലെങ്കിൽ നമ്മളെ കൺക്ലൂഷൻ എന്താണ്, എയർ എക്സേർട്സ് പ്രഷർ. അതാണ് നമ്മൾ ബലൂൺ റോക്കറ്റ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബലൂൺ ബോട്ടിൻ്റെ എഴുതാം, എല്ലാം എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. വി ആർ വൺ. There are many factors that unite us as Indians. Some of them are given below. Draw lines and match them. അപ്പോൾ ഇവിടെ നമുക്ക് പലതും മാച്ച് ചെയ്താൽ മാത്രം മതി, ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ നോക്കാം, നാഷണൽ ആന്തം, നാഷണൽ സോങ്, നാഷണൽ ഫ്ലാഗ്, നാഷണൽ എംബ്ലം. അപ്പം ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് കാണാം. നാഷണൽ ഫ്ലാഗ് ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട് അല്ലേ, പിന്നെ അശോക സ്തൂപ ഉണ്ട്, പിന്നെ ബെൻകിം ചന്ദ്ര ചാറ്റർജി ഉണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അത് മാച്ച് ചെയ്യാം. നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം രവീന്ദ്രനാഥ് ടാഗോറിനോട്, പിന്നെ നാഷണൽ എംബ്ലം അശോക സ്തൂപ, പിന്നെ നാഷണൽ സോങ് റിട്ടൺ ബൈ ബെൻകിം ചന്ദ്ര ചാറ്റർജി. ഇനി അടുത്ത ബിയിലേക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസ് ഓഫ് സ്റ്റേറ്റ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട് ഫോംസ്. സ്റ്റേറ്റ് കേരള, ലാംഗ്വേജ് മലയാളം, ആർട്ട് ഫോം നിങ്ങൾക്ക് കഥകളിയിൽ നിന്ന് എഴുതാം. അടുത്തത് സ്റ്റേറ്റ് ഗുജറാത്ത്, ലാംഗ്വേജ് എന്താണ്, ഗുജറാത്തി, ഗർബ ഡാൻസ്, ആർട്ട് ഫോം. അടുത്തത് സ്റ്റേറ്റ് തന്നിട്ടില്ല, ലാംഗ്വേജ് കന്നഡ, ആർട്ട് ഫോം യക്ഷഗാനം, അപ്പോൾ നമുക്കറിയാം കർണാടകയാണ്. അടുത്ത സ്റ്റേറ്റ് ഒഡീഷ, ലാംഗ്വേജ് ഒഡിയ, ആർട്ട് ഫോം ഒഡീസി. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. ഫസ്റ്റ് എയ്ഡ്. ഗിവൺ ബിലോ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഫസ്റ്റ് എയ്ഡ്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എ ക്രോസ് മാർക്ക് എഗെയിൻസ്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ദെം. അപ്പോൾ നമുക്കറിയാം അത് തെറ്റാണ് അല്ലേ, അപ്പോൾ റോങ് മാർക്ക് ഇടുക. ഒരിക്കലും നമ്മൾ ഐസ് റബ് ചെയ്യാൻ പാടില്ല ഡസ്റ്റ് വീണാൽ.
ഇനി അടുത്തത് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ്. അത് കറക്റ്റാണ്. അപ്പോൾ ടിക്ക് മാർക്ക് ഇടാം. പെട്ടെന്ന് തന്നെ നമ്മൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് എത്തിക്കണം. ടച്ച് എ പേഴ്സൺ ഹൂ ഇസ് എഫക്റ്റഡ് വിത്ത് ഇലക്ട്രിക് ഷോക്ക് ഓൺലി ആഫ്റ്റർ ഡിസ്കണക്റ്റിംഗ് ദി ഇലക്ട്രിസിറ്റി. അത് വളരെ കറക്റ്റാണ്. ഇലക്ട്രിസിറ്റി ഡിസ്കണക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ പേഴ്സണിനെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കും ഷോക്ക് അടിക്കും. അപ്പോൾ അത് ടിക്ക് ഇടുക. ഡോണ്ട് അലൗ ദ പേഴ്സൺ ഹൂ ഫീൽസ് ഡിസിനസ് ടു ലൈ ഡൗൺ. ഇനി ഡിസിനസ്, തലകറക്കം തോന്നുന്ന ഒരാളെ ലൈ ഡൗൺ ചെയ്യാൻ സമ്മതിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് അലൗ. അപ്പോൾ അത് തെറ്റാണ്. നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ അവരെ താഴെ കിടക്കാൻ അനുവദിക്കണം, ലൈ ഡൗൺ ചെയ്യാൻ അനുവദിക്കണം. ഇനി അടുത്തത് നോക്കൂ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് റോങ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റോങ്, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബി നോക്കൂ. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസിന് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരയ്ക്കാം, എന്നിട്ട് ക്യാച്ചി സ്ലോഗൻസ് എഴുതാം. ലൈക്ക് ഫസ്റ്റ് എയ്ഡ് സേവ്സ് ലൈഫ്, ബി പ്രിപ്പയർഡ് ടു സേവ് എ ലൈഫ്, ബി റെഡി ടു ആക്ട്, എ ലൈഫ് സേവിങ് സ്കിൽ, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാച്ചി സ്ലോഗൻസ് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ട് പോസ്റ്റർ തയ്യാറാക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി 6, ഗ്രാമപഞ്ചായത്ത് ആനുവൽ പ്ലാൻ പ്രിപ്പറേഷൻ 24-25. ഗ്രാമസഭ വാർഡ് 10 നോട്ടീസ്. Ladies and gentlemen, the Grama Panchayat has decided to conduct Grama Sabha or Ward 10 of Ward 10 on 24/3/2024 at 2 p.m. in the Anganawadi number 10. All are requested to attend the Grama Sabha. Yours faithfully. You can see the signature of many people there. Secretary, President, Ward Member, then place and date is also given. അപ്പം ഇങ്ങനെ ഒരു നോട്ടീസാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. യു ഹാവ് റെഡ് ദ നോട്ടീസ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ടു ദ ഗ്രാമസഭ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അറ്റൻഡിങ് ഗ്രാമസഭ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നോട്ടീസാണ് കാണാൻ പറ്റുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് എല്ലാവരും ഗ്രാമസഭ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് നമുക്ക് എഴുതാം. ടു ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് എ പ്ലേസ്. ഗ്രാമസഭയിലാണ് ഇനി എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് വേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ടു സജസ്റ്റ് ന്യൂ സ്കീംസ് നമുക്ക് ആവശ്യമുള്ള സ്കീംസൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ദെൻ വി ഓൾസോ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് പാർട്ട് ഇൻ ദ റൈറ്റ് ഡിസിഷൻസ്. അപ്പോൾ നമുക്കതിനൊരു നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഒരു റൈറ്റ് ഡിസിഷൻസൊക്കെ എടുക്കാനുള്ള. വി ഓൾസോ ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലൊക്കെ നമുക്കും ഒരു പങ്കാളിയാവാം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിലൊരു 3 പോയിൻ്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ദ ഫ്ലോ ചാർട്ട് ഓഫ് 3-tier പഞ്ചായത്ത് സിസ്റ്റം ഇൻ കേരള ഇസ് ഷോൺ ബിലോ. കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം കേരളയിൽ 3-tier പഞ്ചായത്ത് സിസ്റ്റമാണുള്ളത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ ഓൾറെഡി ബ്ലോക്ക് പഞ്ചായത്ത് തന്നിട്ടുണ്ട്. അപ്പം മറ്റേത് രണ്ടും ഏതാണ്? ഗ്രാമപഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത് ഓർ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത്. അപ്പം അത് രണ്ടും എഴുതുക. ഇതോടുകൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.